ഗൈസ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. ഒരു എക്കോ കേൾക്കൂട്ടോ. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും ആ എക്കോ വന്നുകൊണ്ടിരിക്കും. അതെന്താ അങ്ങനെ? ഹലോ ഗൈസ്, വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. നാമിതാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട് അല്ലേ? കുറി പോക്കി. അതെന്താ കുറി പോക്കിയത്? കുറി തൊട്ടുന്നത് പോക്കിയത്? ഓ, കാറ്റാണോ പോക്കിയത്? ആമിയല്ല അല്ലേ പോക്കിയത്? കള്ളം പറഞ്ഞ് കണ്ണില് കുരു വരും കേട്ടോ. ആ, കള്ളം പറഞ്ഞു. നീ കുരു വരൂലേ? കണ്ണില് കുരു ഉണ്ടാവുക? കള്ളം പറയാൻ പാടുണ്ടോ? ആ, കാറ്റാണോ പോക്കിയത് കുരി? ആ, എന്നിട്ട് കാറ്റിന്റെ മേലേക്ക് ഇട അല്ലേ? ഞാനൊരു മെമ്മറി ആയിട്ട് എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ഒരുപാട് പേര് വിരുന്ന് വരാനൊക്കെ ഉണ്ടാവും. ഫാമിലിയിലുള്ളവരും അതുപോലെ നമ്മളെ റിലേറ്റീവ്സ്, ഫാമിലിയിലുള്ള റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ അടുത്ത നൈബേഴ്സ് ആണെങ്കിലോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ പരിചയത്തിലുള്ളവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് വിരുന്ന് വരും. ഇപ്പോൾ നാട്ടിലല്ലാതെ, കേരളത്തിലല്ലാതെ കേരളത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നവർക്ക് മനസ്സിലാവും നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോഴുള്ള ആ സന്തോഷവും അവരുടെ കൂടെ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. അപ്പം ഗാനയിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ടും എൻ്റെ ചേച്ചിയായിട്ടും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ചേച്ചിയാണ് ലിനീത ചേച്ചി. നിങ്ങളൊരു കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലിനീത ചേച്ചീനെ. അപ്പം ലിനീത ചേച്ചി ഇന്ന് എന്നെ വിളിച്ചു, രാവിലെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു തന്നെ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനും മാനവും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, ഉച്ചയ്ക്ക് ഞങ്ങൾ പിസയും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആ ചേച്ചിക്ക് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം എന്താണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. ഇതൊരിക്കലും കണ്ടന്റ് ആയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലാമി, ആ കുഞ്ഞു കുഞ്ഞു നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കുന്നത് ചേച്ചി കണ്ടാൽ എന്താ പറയാമെന്നറിയില്ല. അപ്പോൾ എന്തായാലും ചേച്ചി വരുമ്പോൾ നമുക്കതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ, ഞാൻ മുഴുവനായിട്ടൊന്നും എടുക്കില്ല, കുറച്ച് ഭാഗങ്ങൾ. ഒരു കാലം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഗാനയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു കാലം കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ ബാക്കി നമുക്ക് ആരും വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, വെൽക്കം. ഇല്ല, ഞാൻ അങ്ങനെ ഹായ് ഇല്ല. മനോ, ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചാ? ചേച്ചിയുടെ സ്നേഹ സമ്മാനം. Guys, this is the nose scope. Today we are going to do the nose scope. Okay. Anshu, മുന്നൊന്ന് മാറിക്ക്. Emotional damage. അതവിടെ കെട്ടി വെക്കണോ? No. It's a permanent emotional damage. താപം നിറയണ് രാമന്റെ ശരമുനയായി മോക്ഷത്തിൽ പടി കടക്കാൻ മോഹമുദിച്ചല്ലോ. Hello everyone. So today we are going to play hide and seek. Now our contestants are Anshu, he's right over there, and Ami. Okay, I'm going to be the seeker and they are going to be the hiders. Okay. ഞങ്ങളും ഉണ്ട്, ഞങ്ങളെയും കൂട്ടണം. Okay, and also ഞങ്ങളും വരുന്നുണ്ട്. These two people as well. Okay. Now we're going to start. Okay. ഞാൻ പോയിട്ട് കൗണ്ട് ആക്കാണ് and എല്ലാ contestants പോയിട്ട് ഹൈഡ് ആവാണ്. Okay, ready? Ready, set, go. Okay. എത്ര വരെ എണ്ണുന്നത്? അല്ല, എത്ര വരെ കൗണ്ട് ചെയ്യുന്നത്? I will count. ഞാനില്ലേ 20 വരെ count. 20. Okay. ചേച്ചി, come on.
മാനവ് സെറ്റ്. മാനവ് സെറ്റ്. ആ ഇവിടേക്ക് എന്തൊക്കെയോ കുട്ടിയുണ്ട്. മാനവ് സെറ്റ്. Look at this thing. You see the buck? Buck. No, this thing. ആമീനെ കണ്ടുപിടിച്ചോ? ചേച്ചിനെ കണ്ടുപിടിച്ചോ? ആരാ എണ്ണാൻ? It's careful. 3, 4, 5, 6, 7, 8, 14, 15, 16, 17, 18, 19. Right. Who's coming? Anshu. So Anshu to find a key. Anshu is there. And winner. അപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചത് ലിനി ചേച്ചിനെയാണ്. അപ്പോൾ ചേച്ചി എണ്ണോ. അപ്പം ഇനി ചേച്ചി കൗണ്ട് ചെയ്യും. ബാക്കി നമുക്ക് എല്ലാവർക്കും കൂടി വിളിക്കാവോ? Hi. എണ്ണ. കണ്ടുപിടിച്ചു. നമ്മൾ വേറൊരു കളിയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തത് നമ്മളിനി പോകുന്ന കളി എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് യെസ് ആണ്, ഈ ഭാഗത്ത് നോ ആണ്. അപ്പം നമ്മൾ അത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബൗണ്ടറി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം യെസ് എന്ന് പറയുമ്പോൾ യെസ്സിലേക്ക് ചാടണം, നോ പറയുമ്പോൾ നോയിലേക്ക് ചാടണം. അതാണ് കളി. പൊസിഷനിൽ സ്റ്റാർട്ട് ആവാൻ പോവാണ്. ഓക്കെ 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ യെസ്, നോ. ആമി എലിമിനേറ്റഡ് ആയി. ആമി ലൂസ് ആയി. ഇതാണ് നോ, അത് യെസ് ആണ്. ഓക്കെ യെസ് പറയുമ്പോൾ യെസ്സിലേക്കാ, നോ പറയുമ്പോൾ നോയിലേക്ക്. ഓക്കെ ഓക്കെ യെസ്. അൻഷു ലൂസ് ആയി. അൻഷു അത് നോ അല്ലേ? അപ്പം ഷോട്ട്. Yep. Okay, now. Yes. Okay, now winner is എനിക്ക് പ്രൈസ് വേണം. മാനവ് പ്രൈസ് തരണം. എനിക്ക് പ്രൈസ് വേണം. പ്രൈസ് ഇല്ലാത്ത കളിക്ക് ഞാനില്ല. എന്താ ചേച്ചി? ആദ്യം തന്നെ ഔട്ടായത് ആമി. ഏ സാരല്ലേ, വാ കളിക്കാം. Wait again. So it is no, it is yes. ആമി എങ്ങോട്ട് നിൽക്കുക? ആമി ഇങ്ങോട്ട് വാ. നോ. യെസ്. യെസ്. നോ. യെസ്. നോ. യെസ്. യെസ്. ഞാൻ മാനു അംശു. യെസ്. നോ. യെസ്. നോ. യെസ്. നോ. യെസ്. യെസ്. നോ. 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 യെസ്. യെസ്. The winner is Manav. Ingy pingy pongy, father had a donkey, donkey dead, father cried. Ingy pingy pongy. അപ്പം ഞാൻ ഔട്ടെ. അപ്പം ഞാനാണ് പിടിക്കാൻ വരുന്നത്. അപ്പം പോവാണ്.
അവർ പോയിട്ട് ബാക്കിയുള്ളവർ തൊടണം. അങ്ങനെ കേട്ടോ കളി. Don't say inky pinky. Okay. Let's just choose. Voting. അപ്പോൾ ആമിയാണ് നമ്മൾ പിടിക്കാൻ വരുന്നത്. അവര് നെക്സ്റ്റ് ആണ് വേഗം പോയി പിടിക്കണം. സാരില്ല. Amma, ഈ സാധനം നമുക്കിനി കൊള്ളാൻ ബാക്കിയില്ല. ഓക്കെ. She's like stronger. No, so among this voting. So ആമി ആ so സാറില്ല. ഇങ്ങനെയാണാകെ. എന്റെ കാലിൽ മഡായി. Hello guys, today we are going to vlog. Yo bros! Stop. Hey guys, yeah. What's wrong with you? Hey, what's wrong with you? Hey, Hi. Hi guys, today this girl eating banana. But it's not a banana, mate. It ain't a banana. It's a mango. Go peace. Okay. Wait, I'm going to try writing this thing. I want to see if I can write it. അൻഷിന് വേണ്ട. ആമിക്കില്ല. ചേച്ചി താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഈ ചേച്ചിയുടെ കൂടെ കണ്ടുമുട്ടാം. ഞങ്ങൾ ചെറിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അല്ലേ മോനോ? നമ്മളതിപ്പോ പറയില്ല. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. Like and subscribe and hit the bell button so you'll never miss out one of our videos. എന്ന് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ശരി, ടാറ്റ ബൈ.